പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശിനിയായ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ചത് കാമുകൻ ടിജിൻ ജോസഫിന് ആശ്വാസവാർത്തയാണ്. കേസുമായി ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ടിജിൻ ജോസഫ് കേരള വിഷൻ ന്യൂസുമായി പങ്കുവച്ചു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ നീതിവാക്യം മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്നോടിപ്പം ഉള്ളത് നമ്മുടെ ഏറെ വിവാദമായിട്ടുള്ള പത്തനംതിട്ട കോട്ടാങ്ങൽ നേഴ്സ് മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷമായി നിയമപോരാട്ടം നടത്തി ലോക്കൽ പോലീസ് പ്രതിയാണെന്ന് ചേർക്കപ്പെടുകയും ഒടുവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തുകയും ചെയ്ത ടിജിൻ ജോസഫാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത്. ടിജിനെ, എങ്ങനെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ? ഇത് ഞാൻ അന്ന് ഇതുപോലെ എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഹരിപ്പാടിന് ഓട്ടം പോയതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ തടി നോക്കാൻ വന്ന ആളായിരുന്നു. ഞാൻ ഈ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇതുപോലെ വീട്ടിൽ വൈഫ് തൂങ്ങി നിൽക്കുന്നതായിട്ട് അറിഞ്ഞത്. പിന്നീട് എൻ്റെ ഫാദറാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. അപ്പം ഞാൻ രാവിലെ പോകുമ്പോൾ എൻ്റെ തൊട്ട് പുറയാണ് ഈ പ്രതിയായിട്ടുള്ള നെയ്മർ എന്ന് വിളിക്കുന്ന നസീർ എൻ്റെ തൊട്ട് പുറയാണ് പോയത്. അന്ന് തന്നെ ഞാൻ മൊഴിയിൽ പോലീസിൽ കൊടുത്തിരുന്നു, നെയ്മറിന്റെ പേര് കൊടുത്തിരുന്നു. ഈ നസീർ നേരത്തെ വീടുമായിട്ട് അടുപ്പവും മറ്റുമൊക്കെ ഉള്ള ആളല്ല. എന്റെ അറിവിൽ ഒരു പ്രാവശ്യം പോലും ഇവർ നേരിട്ട് കണ്ടതായിട്ടോ ഇവർ മുൻപരിചയമുള്ളതായിട്ടോ എനിക്കറിയില്ല. അന്നത്തെ ദിവസം ഇവർ തമ്മിൽ സംസാരിക്കുകയോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തതായിട്ട് പോലും എന്റെ ഓർമ്മയിലുമില്ല. ഇവൻ പോയി, പിന്നെ നമ്മൾ ഒരിക്കലും ഇവനെ സംശയമില്ലാതെ പോയി ലാസ്റ്റ് വരെ. കാരണം ഇവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഇല്ല. ഇവൻ പോകുന്നതും ഞാൻ കണ്ടു. ഇവൻ പിന്നെ തിരിച്ചു വന്ന ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് ഒരു തോന്നലില്ല പോയി. പിന്നെ ഇത് ക്രൈംബ്രാഞ്ചിന്റെ, എനിക്ക് ആ ലോക്കൽ പോലീസാണ് ഈ കേസ് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത്. പെരുമ്പട്ടിയിലെ ലോക്കൽ പോലീസാണ് ഇത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത്. കേസ് മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞ ഈ പ്രത്യേകിച്ച് ടിജുവിനെ അകാരണമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തെന്നുള്ളതാണ്. അതെ. ബാക്കിയുള്ള പോലീസുകാരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഈ ഷെരീഫ് കുമാർ എന്ന് പറയുന്ന SI ആണ് എന്നോട് 50,000 രൂപ ആവശ്യപ്പെട്ടു. അത് കൊടുക്കാതെ വന്നു. അപ്പത്തേനും വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഒരു പച്ച ഒരു സെന്നുമായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് TV, ഹോം തിയേറ്റർ എല്ലാം എടുത്തിട്ട് പോകാൻ ശ്രമിച്ചു. ഞാൻ അത് കൊടുക്കാതെ വന്നപ്പോഴാണ് പിറ്റേ ദിവസം സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസുകാർ ഡ്രസ്സ് മാറുന്ന റൂമിൽ കൊണ്ടുപോയി എന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്നത്. അത് കഴിഞ്ഞാണ് എനിക്ക് ഉപദ്രവം പറ്റി. ഞാൻ 6-7 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിപ്പോയി. അവിടെ വന്ന് ഇദ്ദേഹം എനിക്ക് 10-20,000 രൂപയോളം ക്യാഷ് തന്നിട്ട് ഞാൻ ഈ പരാതിയിൽ പോവല്ലെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അവിടുന്നാണ് ഡോക്ടർമാരെ ഇടപെട്ട് ഇദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പൊ ഈ ടിജിന്റെ ഈ നിരപരാധിത്വം തെളിയിക്കാൻ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയത്? എനിക്ക് ഉപദ്രവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിക്കാണ് ആദ്യമേ പരാതി കൊടുത്തത്. അവിടുന്ന് മുഖ്യമന്ത്രി, DGP, SP എല്ലാം ഞാൻ പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയാണ് ഉത്തരവ് ഇട്ടത് എന്നെ ഉപദ്രവിച്ച കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താനായിട്ട്. അത് അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് ഈ ഉമേഷ് സാർ അടക്കം, അന്ന് പോലീസ് DSP ആയിരുന്നു, ഉമേഷ് സാർ അടക്കം എന്നെ ഉപദ്രവിച്ച പരിക്കുകൾ കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളായിരുന്നു. അന്ന് എനിക്ക് ഉപദ്രവം കിട്ടി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമേഷ് സാർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് ടിജിനെ ഹോസ്പിറ്റലിൽ പോകുന്നത്, നിനക്ക് നല്ല പരിക്കുണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നതിനോടെന്ന് പറഞ്ഞ്. അതുമല്ല, ഞാൻ ചുമച്ചപ്പം ബ്ലഡ് വന്ന് ഞാൻ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഇത് ക്രൈംബ്രാഞ്ചിന്റെ എത്തിയില്ലായിരുന്നു. പിന്നീടാണ് ഓർഡർ വന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മാറുന്നത്. ക്രൈംബ്രാഞ്ചിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ടിജു ഉറപ്പായിട്ട് തന്നെ അല്ല, ക്രൈംബ്രാഞ്ചിന്റെ എത്തിയില്ലായിരുന്നെങ്കിൽ ജീവിത അവസാനം വരെ ഞാൻ നിരപരാധിയായ ഞാൻ ജയിലിൽ കിടക്കുകയും ചെയ്യുമായിരുന്നു. യഥാർത്ഥ പ്രതിയായ ആൾ പുറത്തൂടെ പോവുകയും ചെയ്യുമായിരുന്നു. കാരണം അവരുടെ ഒരു കൂട്ടായ പരിശ്രമം തന്നെ. അത് നല്ല ഉദ്യോഗസ്ഥന്മാര്, കൈക്കൂലിക്കോ മറ്റുള്ള സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാത്ത മനസാക്ഷിയും അന്നാ ചെയ്യുന്ന തൊഴിലിനോട് അതുപോലെ ആത്മാർത്ഥതയുള്ള കുറച്ച് ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ് ഈ നസീർ എന്ന ആളെ ഇപ്പം ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താനും നമുക്കൊരു ആശ്വാസം കിട്ടാനും എല്ലാം കാരണം ഈ നല്ല ഉദ്യോഗസ്ഥരാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പറയേണ്ടത് അന്ന് പോലീസ് SP ആയിരുന്ന നിശാന്തിനി മേഡം, പുള്ളിക്കാരിയായിരുന്നു ഇതിന്റെ ടീം ക്യാപ്റ്റന്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രതാപചന്ദ്രൻ നായർ സാർ, പുള്ളിയാണ് ഇതിന്റെ 89% അല്ലെങ്കിൽ 100% എന്ന് പറയാം. പുള്ളിയാണ് ഈ കേസ് ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്ന കേസ് പൊടി തട്ടിയെടുത്ത് ഇത് അന്വേഷണം ആരംഭിച്ചതും. ഇതിന്റെ 3/4% ഇദ്ദേഹം കണ്ടെത്തി ആളും ഇദ്ദേഹമായിരുന്നു. ആ ലാസ്റ്റ് മൂമെന്റ് വിധി വരുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് DSP ആയിരുന്ന ഉമേഷ് സാറ് ഇവിടെ വീണ്ടും DSP ആയിട്ട്, ക്രൈംബ്രാഞ്ച് DSP ആയിട്ട് വരികയും പുള്ളി വന്നതിന് ശേഷമാണ് ബാക്കി ഇവിടെ ഉണ്ടായി ഇത് തെളിയുന്നത്. ഇതിന് വേറെ ഈ സമയത്ത് ഇതിനെ ആരൊക്കെയാണ് വേറെ മറ്റ് വ്യക്തിപരമായിട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്? ഇതിനകത്ത് ഒരു ക്രൈംബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ സന്തോഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ഞാൻ ആ സമയത്തൊക്കെ ഒരുപാട് പ്രാഗികം ശ്രമിക്കുകയും ചെയ്താണ്. ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരും. എന്നെ അടിച്ചിട്ടും തെറി പറഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് ജോലിയുടെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ചോദ്യം എടുക്കുകയും ചെയ്ത ഒരാളാണ് സന്തോഷ് സാറ്. അതുപോലെ തന്നെ യൂസഫ് ഉടി സാറ്, പിന്നെ ഒരു ശ്യാംലാൽ സാറ്.
ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ഇത് ലോക്കൽ ഫീൽഡിൽ നടന്നുള്ള അന്വേഷണം നടത്തിയത്. പക്ഷെ നമുക്ക് ഇന്നൊക്കെ ഈ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മളെയുള്ള ചോദ്യം ചെയ്തത് എന്ന് അറിയുമ്പം നമുക്ക് അവരോട് ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാം തോന്നും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.